വൺ ഓഫ് ദ പ്രീമിയം ജിമ്മാണ് ഗൈസ്. ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ട് കളിക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളിൽ ഒരുപാട് പേര് അതാണ് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് നിക്കു മൊട്ടയടിച്ച സമയത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു പുതിയ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു, ചേട്ടൻ എപ്പോഴാണ് മൊട്ടയടിക്കുക, അത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന്. പിന്നെ അത് കൂടാതെ അതിന് മുന്നേ ചിലരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടൻ മൊട്ടയടിക്കാതെ വളരെ മോശമായി പോയി, മൊട്ടയടിക്കാതെ ഇനി ഞങ്ങൾ വീഡിയോ കാണില്ല. യെസ്, ഫൈനലി ഞാൻ മൊട്ടയടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ കമന്റിൽ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ അന്ന് രണ്ടാളും മൊട്ടയടിക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നോനു അവിടെ നിന്ന് ഓക്കെ ആയിരുന്നില്ല മൊട്ടയടിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചടിച്ചു കഴിഞ്ഞാൽ നോനുവിന്റെ കാര്യത്തിൽ അത്ര സെറ്റ് ആവാതെ കൊണ്ടാണ് ഞാൻ അന്ന് അടിക്കാതിരുന്നത്. അപ്പൊ പക്ഷെ പിന്നെ അടിക്കണം എന്ന് വിചാരിച്ചതുമല്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്കും ഇവക്കും മുന്നേ നിക്കുവിനും മുന്നേ വന്ന പോലെ തന്നെ ഭയങ്കര ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര. ഈ താരം മാറാൻ എന്താണ് ഒരു പ്രതിവിധി ഗൈസ്? ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും. അതുകൊണ്ട് ഞാനും മൊട്ടയടിക്കാമെന്ന് തീരുമാനിച്ചു ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ പോയിട്ട് ഇപ്പൊ മൊട്ടയടിക്കുകയാണ്. നിക്കു അല്ല നോനു, അപ്പൊ മൊട്ടയടിക്കട്ടെ? അവക്ക് ഇഷ്ടമാവും അപ്പൊ മൊട്ടയടിക്കുന്നത്? അതാണ് ഞാൻ മൊട്ടയടിച്ച ശേഷം അവക്ക് ഇഷ്ടായി, മൊട്ടാന്നില്ല കൺസെപ്റ്റ് ഇഷ്ടായി. അപ്പോൾ ഗൈസ്, മൊട്ടയടിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരാം. കൊച്ചിയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ജിമ്മാണ് H&H പ്രീമിയം ചിറ്റേത്തുകരയിലുള്ള ജിമ്മ്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരുന്ന ജിമ്മാണിത്. കഴിഞ്ഞ ഒരു 3-4 മാസമായി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട്. വൺ ഓഫ് ദ പ്രീമിയം ജിമ്മാണ് ഗൈസ്. ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ട് കളിക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ചെറുതായിട്ട് നമ്മളെ ജിമ്മൊന്ന് കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം വേണ്ട പ്രീമിയം എക്വിപ്മെന്റ് എല്ലാം ഉണ്ട്. അതുകൂടാതെ മസാജ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്, സ്റ്റീം ബാത്ത് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒന്നും പോരായിട്ട് നിങ്ങൾക്ക് ബില്യാർഡ്സ് ഒക്കെ കളിച്ചിരിക്കണ്ടെങ്കിൽ, വർക്കൗട്ട് ചെയ്ത് മടുത്തെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ മൊട്ടയടിച്ചിട്ട് നമ്മളെ വീട്ടിലെത്തി. നൈനൂസിൻ്റെയും നിക്കുവിൻ്റെയും റിയാക്ഷൻ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, നിക്കോസ് നല്ല രസമുണ്ടോ വാവേ? വാവക്ക് ഇഷ്ടായിനാ? ഡോറെടുക്ക് ആരും കാണണ്ട. വാവേ ഏതാ നല്ലത്? പപ്പേന്റെ ആയിരുന്നോ രസോ അമ്മേന്റെ ആയിരുന്നോ രസം മൊട്ടയടിച്ചപ്പോ? 2 ദിവസം നല്ലുണ്ട്. ചോര മാത്രല്ല, ഈ അടുത്തിനവര് ഒരുപാട്. ഒന്ന് കാണിച്ചാട്ടെ, നോക്കിയാ കാണുന്നുണ്ടാ? എടിയല്ലോ, ഫുള്ള് ബ്ലേഡ് കൊണ്ട് പരണ്ടി പോക്കി. വാവേ ചോര പോവൂലേ? ശരിക്കും കട്ടപ്പനല്ലേ? നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. വാവക്ക് ഇഷ്ടായിനാ മൊട്ടയാക്കിട്ട്? ഇഷ്ടായിനാ? നമുക്ക് വാവേന്റെ മൊട്ടയാക്കിയാലോ? മൊട്ടയടിച്ചിക്കുവാ? എപ്പോ മൊട്ടയടിച്ചില്ലേ? പണ്ട് മൊട്ടയടിച്ചില്ലേ വാവ കുഞ്ഞിയായത്?
അപ്പോ ഗൈസ് ഇതാണ് അവസ്ഥ. എന്റെ അവസ്ഥ 3 മാസത്തിന്റെ അവസ്ഥ. 3 മാസം കൊണ്ട് സനീഷയുടെ സ്ട്രെയിറ്റ് മുടിയാണ്. ഇത്രയായി. ഇനിയിപ്പം ക്ലീൻ ചെയ്തു. ഒരു മിനിറ്റ് ഗൈസ്, ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോ ഇതാണ് നമ്മുടെ മുട്ടയടിച്ചപ്പോഴുള്ള അവസ്ഥ. നിങ്ങളിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല അതുകൊണ്ടായിരുന്നു. പിന്നെ താരൻ, നിങ്ങൾ നേരത്തെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പരണ്ടി പോക്കിയത്. അപ്പൊ ഇനി അങ്ങോട്ട് മുടി നല്ലോണം ഒന്ന് നോക്കണം. നിക്കുനിപ്പോ ഇതുവരെ താരനൊന്നുമില്ല. ജസ്റ്റ് എന്റെ താരൻ അവക്കും കൂടി പകരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നാമത് മുട്ടടിക്കാന്ന് കരുതിയത്. ഗ്യാപ്പ് ഉണ്ട് ഇപ്പൊ. ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം പരണ്ടി പോക്കിയപ്പോ ആയതായിരിക്കും ചിലപ്പോ. അല്ല, പണ്ടില്ലാത്ത ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെയൊക്കെ ഒരു 4-5 ഓട്ട, അതൊക്കെ അതേപോലത്തെ നോട്ട. മുടിയൊന്ന് സൈക്കിൾ സീറ്റ് എന്ന് വിളിക്കുന്നു ആവേ. ആ അമ്മ പറയുന്നത് തല സൈക്കിൾ സീറ്റ് പോലെ ഉണ്ടെന്ന്. സൈക്കിൾ സീറ്റ് പോട്ടെ, നമ്മുടെ EMS നമ്പൂതിരിപ്പാടിന്റെ പോലത്തെ തലയാണ്. പിന്നെ ചിലരൊക്കെ ശുപ്പാണ്ടിന്റെ പോലത്തെ എന്നും പറയും. അപ്പൊ ബൈ. കട്ടപ്പ പപ്പ കട്ടപ്പയാ. അവർക്കൊന്നും അറിയില്ല കട്ടപ്പ എന്താണ്. ബൈ.